ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി തകർപ്പൻ ജയം നേടുമ്പോൾ ശ്രദ്ധയാകുന്ന ഒരു പേരാണ് അതിഷി മർലേനയുടേത്. ബിജെപിയുടെയും കോൺഗ്രസിന്റെയും വിദ്വേഷ പ്രചരണം അതിജീവിച്ചാണ് മർലേന തകർപ്പൻ ജയം നേടിയത്. കർക്കലയിൽ നിന്നാണ് അതിഷി വിജയിച്ചു കയറിയത്. മർലേന എന്ന സർനെയിമിലാണ് ബിജെപിയും കോൺഗ്രസും വിദ്വേഷ പ്രചരണത്തിന് ആയുധമാക്കിയത്. മെർലേന എന്ന പേര് ഭാരതീയമല്ലെന്നും അത് ക്രിസ്ത്യൻ പേരാണെന്നുമാണ് ബിജെപി ആരോപിച്ചത്. മെർലേന ജൂത പേരാണെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. എന്നാൽ മെർലേന എന്ന പേരിന് പിന്നിലെ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല. ഡൽഹി സർവകലാശാലയിലെ അധ്യാപകരായ വിജയ് സിംഗിന്റെയും തൃപ്തവാഹിയുടെയും മകളാണ് അതിഷി. ഇടതുപക്ഷ പ്രവർത്തകരും മിശ്ര വിവാഹിതരുമായിരുന്നു അതിഷിയുടെ മാതാപിതാക്കൾ. മകളുടെ ജാതിപ്പേരും കുടുംബപ്പേരും ഒഴിവാക്കി പകരം ചേർത്തതാണ് മെർലേന എന്ന പേര്. മാർക്സിന്റെയും ലെനിന്റെയും പേരുകൾ കൂട്ടിച്ചേർത്താണ് മെർലേന എന്ന പേര് വന്നത്. താൻ വിദേശിയാണെന്നും ക്രിസ്ത്യാനിയാണെന്നും പ്രചരണം നടത്തി വോട്ട് മറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മെർലേന തന്റെ ഉപനാമം ഉപേക്ഷിച്ചിരുന്നു. പേരിന്റെ പിന്നാലെ നടന്ന് സമയം കളയാനില്ല. തന്റെ രജപുത്ര വംശത്തെ സൂചിപ്പിക്കുന്ന സിംഗ് എന്ന നാമം പോലും പണ്ടേ ഉപേക്ഷിച്ചതാണ്. തന്റെ ജാതിയോ മതമോ അല്ല, തന്റെ പ്രവർത്തനം നോക്കിയായിരിക്കണം ആളുകൾ വോട്ട് ചെയ്യേണ്ടതെന്നുമായിരുന്നു അതിഷിയുടെ മറുപടി. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ അതിഷി അവിടെ തന്നെ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുകയായിരുന്നു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം അധ്യാപനത്തോടൊപ്പം സാമൂഹ്യ പ്രവർത്തന രംഗത്തും പ്രവർത്തിച്ചു വരികയായിരുന്നു. 2013 ആം ആദ്മി പാർട്ടിയിൽ ചേർന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ഗൗതം ഗംഭീറിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു.